സർ, നമ്മുടെ ക്യാപ്റ്റൻ ഇന്ന് 80ന്റെ നിറവിൽ നിൽക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇത്രത്തോളം എന്താ പറയുന്നേ, സഹിക്കാൻ കഴിയുന്ന നല്ല ബോൾഡായിട്ടുള്ള, കാരണം നമുക്കറിയാം ഈ ഒരു പിണറായി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തിന് നേരെ ഒരുപാട് അമ്പുകളാണ് ഉതിർത്തുവിട്ടത്. അത് പ്രതിപക്ഷമാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇതിനെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയുന്നത്? ആദ്യമേ തന്നെ നമുക്ക് ജന്മദിന ആശംസകളും നേരാം, വിപ്ലവ അഭിവാദ്യങ്ങളും നേരാം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. എന്ത് പറഞ്ഞാലും ഇത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയും. ഞാൻ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കിയാൽ അതേ ഉള്ളൂ. കേരളം മുഴുവൻ ഇദ്ദേഹത്തെ തെറിയാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾ പച്ചത്തെറി പറയുന്നുണ്ട്. അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ പിറന്നാൾ ആശംസകൾ പോലും പല രീതിയിലെ മാധ്യമങ്ങൾ വരുമ്പോൾ അതിന്റെ കമന്റുകൾ തന്നെ ഒരുപാട് വലിയ മോശം കമന്റുകളാണ് ഓരോരുത്തർ ഇടുന്നത്. ഇത് എന്താ പറയുക, ജനങ്ങളുടെ കാശ് എടുത്തിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ നാണമില്ല എന്നൊക്കെ തരത്തിലുള്ള നിരവധി കമന്റുകളാണ്. അതായത് ഈ 80ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു സ്വൈര്യത കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെ ഈ ഒരു പ്രായത്തിലും അതിജീവിക്കാൻ? അതാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലരൊക്കെ ഈ മൈക്ക് ഒക്കെ ആയിട്ട് ചെന്ന് ചില സ്ത്രീകളോടൊക്കെ ചോദിക്കും പിണറായി വിജയനെന്ന്. ചില സ്ത്രീകളെ ആട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ. എന്നിട്ട് പോലും ഇതിനെയൊക്കെ അതിജീവിച്ച് ഇതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. ഒരു കൂസലും കൂടാതെ പോവുകയാണ്. കടക്ക് പുറത്തെന്ന് പറഞ്ഞത് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെതായ വാക്കുകൾ തന്നെ കുറേയുണ്ട്. കുലംകുത്തി, നികൃഷ്ടജീവി, പരനാറി, ഇതൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രീതി, എന്തിലും ഒരു 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 കർക്കശ സ്വഭാവം പിണറായി വിജയനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെയെന്ന് പറയുന്നില്ല. ഞാനെന്ന് ഏകവചനം ഉപയോഗിക്കാറില്ല. ഞങ്ങൾ എന്നേ പറയത്തുള്ളൂ. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളെന്നേ പറയത്തുള്ളൂ. അപ്പം ആ ഒരു അഹംഭാവം ഇല്ലെന്ന് നമുക്ക് വിചാരിക്കാം. ഞാനെന്ന് പറയുന്ന ആ ഒരു ഭാവമില്ല. ഞാൻ ഏകവചനം ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ ബഹുവചനമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടിയുള്ളതാണ് ഈ പ്രസ്ഥാനം. അതായത് പിണറായി വിജയൻ മാത്രമുള്ളതല്ല എന്ന്. ഇദ്ദേഹത്തിൻ്റെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. പ്രസ്ഥാനത്തിനകത്തൂടെയാണ് വന്നത്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ വന്നവനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ വിശേഷണങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനുമാണ് പിണറായി വിജയൻ. കപ്പിത്താന്, കാരണഭൂതന്, അല്ലേ, സൂര്യനാണ് എന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സൂര്യൻ്റെ അടുക്ക പോലും നിൽക്കാൻ പാടില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈഭവമുള്ള ആളാണ് പിണറായി വിജയൻ. അത്തരത്തിലൊന്ന് CPM-ൽ ഒരുപക്ഷെ വേറെ ആർക്കും കാണത്തില്ല. 15 വർഷം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഇതിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പോകുന്നത് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നോക്കണേ, 25 വർഷമായിട്ട് തൻ്റെ കാൽക്കീഴിലാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും തന്നെ വന്നിട്ടില്ല. വെട്ടിനിരത്തേണ്ടവരെ വെട്ടിനിരത്തിയിട്ടുണ്ട്. ആ സമയത്ത് തോമസ് ഐസക് ആയാലും, ജി സുധാകരനായാലും, ശൈലജയായാലും, EP ജയരാജനായാലും, ആരെയായാലും വെട്ടിനിരത്തേണ്ടപ്പോൾ വെട്ടിനിരത്തിയിട്ടുണ്ട്. തിരിച്ച് ഒരക്ഷരം ഇങ്ങോട്ടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു വലിയ രൂപത്തിനു മുന്നിൽ ഈ മറ്റ് CPM-കാർ, സഖാക്കന്മാരെല്ലാം പതർച്ചയോടുകൂടി നിൽക്കുകയാണ്. CPM-നെ പിണറായി വിജയൻ തീർക്കും, CPM-ലെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നൊക്കെ എതിർകക്ഷികൾ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുകയാണ്. സ്വന്തം പാർട്ടിയിൽ അടക്കം പറയുന്നുണ്ടാകും, പക്ഷെ പുറമേ ഇത് പറയുന്നില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉണ്ടായ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ആ പരാജയമെല്ലാം കഴിഞ്ഞ് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ താഴെ തട്ടിൽ മുതൽ വലിയ വിമർശനമായിരുന്നു. എവിടെ വന്നു? സംസ്ഥാന സമ്മേളനത്തിൽ ആ വിമർശനമൊക്കെ ആവിയായിട്ട് പോയി. പാർട്ടി കോൺഗ്രസിൽ എവിടെ? MA ബേബി എന്ന് പറയുന്ന സഞ്ചിയും തൂക്കി നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, പിണറായി വിജയന്റെ മുമ്പിൽ വന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആര് കാണും? അപ്പോൾ പിണറായി വിജയൻ കേന്ദ്രീകൃതമായിട്ടാണ് പോകുന്നത്. ജനങ്ങളെ കൂടെ നിർത്താൻ അറിയാം. ഇതിനെയൊക്കെ എങ്ങനെ തന്നെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതൊന്നും തന്നെ പിണറായി വിജയൻ യാതൊരു കൂസലും കൂടാതെ അതിനെയൊക്കെ തരണം ചെയ്തു പോവുകയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൃത്യമായ വിശദീകരണം നൽകും. 80 വയസ്സായല്ലോ, ഈ 80 വയസ്സിലും കൃത്യമായ 1 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 മണിക്കൂർ നിന്ന് പ്രസംഗിക്കും. ഇപ്പൊ VS അച്യുതാനന്ദൻ പ്രസംഗിക്കുമ്പോൾ അറിയാം, അതൊരു പ്രത്യേക ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നുണ്ട് അവിടെ. VSനെ കേൾക്കാനായിട്ട് മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വരും. VSന്റെ ഈ നീട്ടലും കുറുക്കലും ഒക്കെ ഉണ്ടല്ലോ, കുട്ടികൾ മുതൽ ആഭാരവൃത്തം ജനങ്ങളാണ് അവിടെ എത്തുന്നത്. പിന്നെ EK നായനാരുടെ പ്രസംഗം കേൾക്കാനും മറുഭാഗത്തുള്ളവരും ഒക്കെ വരാറുണ്ട്. ബഹുരസമാണ്. EK നായർ പ്രസംഗിക്കാൻ വരുമ്പോൾ കയ്യിൽ ഒരു കെട്ട് പത്രം ഉണ്ടാവും. ഹിന്ദു പത്രം, മനോരമ പത്രം, പിന്നെ മറ്റ് ചില ടൈംസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് ഇങ്ങോട്ട് വരുമ്പം ഉടനെ ഈ പത്രം എടുക്കും. മനോരമ, നിങ്ങൾ വായിച്ചില്ലേ, വായിച്ച പത്രത്തിൽ ഈ കടലാസിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പത്രമൊക്കെ എടുത്ത് നീട്ടും. അപ്പൊ ഈ കോൺഗ്രസ്സുകാരൊക്കെ വന്ന് പോലും ഈ കനാനയുടെ പ്രസംഗം കേൾക്കാൻ മുമ്പിൽ ഇരിക്കും എന്നുള്ളതാണ്. ആ പ്രസംഗമൊക്കെ കേട്ട് കൈയടിച്ച് ആ നർമ്മത്തിൽ ലയിച്ചു പോകും എന്നുള്ളതാണ്. പക്ഷേ പിണറായി അത്തരത്തിലൊന്നും അല്ലല്ലോ. പിണറായി ഈ VS അച്യുതാനന്ദനെ പോലെ ഈ ആരോഹണ അവരോഹണ ക്രമത്തിലൊന്നും അല്ല പ്രസംഗിക്കുന്നത്. ഒരേ രീതിയിൽ തന്നെ പ്രസംഗിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എഴുതി വെച്ചേക്കുന്നത് അതുപോലെ വായിക്കുകയാണ്. എഴുതി വെച്ചത് കൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെയോ അദ്ദേഹം പറയുമെന്നുള്ളതാണ്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഈ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈഭവം ഇദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. വിമർശനങ്ങളെ, പ്രതിഷേധങ്ങളെ 2021 മുതൽ അതിശക്തമായ വിമർശനമല്ലേ ഇദ്ദേഹവും കുടുംബവും പാർട്ടി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് പോകുന്നത്. പിണറായിക്കെതിരെയും വരെ പാർട്ടിയിൽ കലാപമുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കുക, CPM ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനായിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാവുന്നത് ഒരുപക്ഷെ 3 പേരെ എടുക്കാം. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് MV ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, മറ്റൊന്ന് ശൈലജൻ. ഇനിയും കോൺഗ്രസിലേക്ക് വരുമ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഇനി BJPയിലേക്ക് വന്നാലോ രാജീവ് ചന്ദ്രശേഖർ, K സുരേന്ദ്രൻ, V മുരളീധരൻ. ഇവർ 3, ഇങ്ങനെ 3 പേരെ വെച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവരിൽ ആരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്? 3 പാർട്ടികളിലും വെച്ച് പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്ര എല്ലാവരും എത്ര തെറി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു വല്ലാത്ത ഒരു സംഘടനാ ശേഷി ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. ആ സംഘടനാ ശേഷിയിലൂടെ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതും പറഞ്ഞോളട്ടെ. ഇനി താനിതൊന്നും ഇതിനെയൊന്നും കാര്യമാക്കുന്നില്ല. എല്ലാറ്റിനും ഒന്നും പിണറായി വിജയൻ മറുപടി കൊടുക്കാൻ നിൽക്കാറില്ലല്ലോ. വാർത്താ സമ്മേളനത്തിൽ പോലും ഇപ്പം മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വിളിച്ചു കൂട്ടിയിട്ടുള്ള വാർത്താ സമ്മേളനമൊക്കെ കാണണം. ഉമ്മൻചാണ്ടിയുടെ മടിയിൽ വരെ ഓരോ പത്രക്കാർ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടി അത് പിന്നെ എവിടെ നിന്നും പറയും. ഉമ്മൻചാണ്ടി വാഷ്റൂമിൽ കയറാൻ നിൽക്കുകയാണെങ്കിലും അവിടെയും കാണും പത്രക്കാരും ഒക്കെ. അപ്പോഴും സമ്മതിക്കത്തില്ല. അപ്പോഴും ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ, ട്രെയിൻ കയറി പോവുകയാണെങ്കിലും ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും തിരിച്ചു വരുമ്പോഴും ഒക്കെ വാർത്താ മാധ്യമങ്ങളോ ആരാടേലും ചോദിച്ചാലും അതിന് മറുപടി നൽകുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഇതോ പിണറായി വിജയൻ എന്താ? അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് ഈ മൈക്കും ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ തട്ടി മാറ്റുകയല്ലേ ചെയ്യുന്നത്. അങ്ങനല്ലേ ഒരിക്കൽ കടക്ക് പുറത്തൊന്നും പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ പിണറായി വിജയന് എത്ര കേരളം മുഴുവൻ തെറി പറഞ്ഞിട്ടും വീണ്ടും പിണറായി വിജയൻ 2026 കേരളം ഭരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതാണ് കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ട കാര്യം. എന്തായാലും പിണറായി വിജയൻ 80 കഴിഞ്ഞിട്ടും ഭരിക്കാൻ വരും. അത് പാർട്ടി ഇളവും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും.